നമസ്കാരം. ശമ്പളം കിട്ടാൻ സർക്കാർ ജീവനക്കാർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ഗതികേടും ഒടുവിൽ കേരളം കണ്ടു. 3 ദിവസമായി കൊടുക്കാതിരുന്ന ശമ്പളം ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ട്രഷറിയിൽ നിന്ന് ശമ്പളവും നിക്ഷേപവും ഒക്കെ പിൻവലിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. പരമാവധി എടുക്കാൻ കഴിയുക 50,000 കേന്ദ്രം തരാനുള്ളത് തരാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഖജനാവ് കാലിയോ? ധനപ്രതിസന്ധി ഗുരുതരമോ? ദുർഭരണത്തിന്റെ ബാക്കി പത്രമോ? കേന്ദ്രം ഞെരുക്കുന്നതുകൊണ്ടോ ഇത്? ഈ ചർച്ചയിൽ ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ജോയിന്റ് കൗൺസിൽ, ശ്രീ ചവറ ജയകുമാർ, NGO അസോസിയേഷൻ പ്രസിഡന്റ്, ശ്രീ KS അരുൺകുമാർ, CPM, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ, BJP എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ച. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ. മറ്റെല്ലാ മിഡിൽ ക്ലാസ്സുകാരെയും പോലെ സർക്കാർ ജീവനക്കാർക്കും മാസാമാസം എടുത്ത ലോണിൻ്റെ EMI അടയ്ക്കാനുണ്ടാവും. പാൽക്കാരന്, പത്രക്കാരനൊക്കെ പൈസ കൊടുക്കാനുണ്ടാവും. മക്കളുടെ സ്കൂളിൽ, വണ്ടിക്കൊക്കെ പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാസത്തിൻ്റെ ആദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുകയാണ്. ഇത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണല്ലോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കേൾക്കുമോ? ഇല്ല, അത് വിലാഷ് പറഞ്ഞത് ശരിയാണ്. അതിനകത്ത് എനിക്കും തോന്നിയത് ഒരല്പം ജാഗ്രതക്കുറവ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി എന്നൊരു തോന്നാറുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ വസ്തുതയും കൂടി ഒന്ന് ബോധ്യപ്പെടണമല്ലോ. കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിനോട് കാണിക്കുന്ന നയത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്നും ഇന്നലെയും ചർച്ച ചെയ്ത് തുടങ്ങിയത്. കേരളത്തിലെ നമ്മുടെ സർക്കാർ, നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ചെന്ന് സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. അത്രയേറെ ഗുരുതരമായ ഒരു സാമ്പത്തിക വിവേചനം അല്ലെങ്കിൽ ഉണ്ട് നമ്മുടെ കേരളത്തോട് കാണിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളാതെ പോകാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഉണ്ടായ 2 ദിവസം നമുക്കറിയാം. ഫെബ്രുവരി 29, 3 ദിവസം മുമ്പ് ബില്ല് നൽകേണ്ടതാണ്. അങ്ങനെയുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങളൊക്കെ വന്നു. ഗവൺമെൻറ്റിന് ഒരല്പം സാവകാശം വേണ്ടി വന്നു. ഇന്ന് മുതൽ ശമ്പളത്തിൻ്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഫെബ്രുവരി 29 കിട്ടേണ്ട ശമ്പളം സർക്കാരിന് 4,000 രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു. സ്വാഭാവികമായും ഓവർ ഡ്രാഫ്റ്റ് എടുത്ത പണം തിരിച്ചടക്കേണ്ടി വന്നതുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായി. കാരണങ്ങളൊക്കെ ഉണ്ടാവാം, ഞാൻ കാരണങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നില്ല. പക്ഷെ നോക്കൂ, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണക്രമത്തെ റൺ ചെയ്യേണ്ട ആളുകളാണ് ഈ ബ്യൂറോക്രസിയിലുള്ള ആളുകൾ. അവർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നത്. പെൻഷൻകാരുടെ കാര്യം വേറെ. അവർക്ക് ശമ്പളം കൊടുക്കാനോ ഈ ബില്ലുകൾ മാറേണ്ട സമയത്ത് ബില്ലുകൾ മാറാതിരിക്കുക, അങ്ങനെ സമ്പൂർണ്ണമായി ട്രഷറി സ്തംഭിക്കുന്നത്, സംസ്ഥാനത്ത് സമ്പൂർണ്ണമായ സാമ്പത്തിക സ്തംഭനം ഉണ്ടാവുന്നത് എത്ര ഗുരുതരമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്ന പ്രശ്നം. അല്ല, നമ്മളത് തള്ളിക്കളയുന്നില്ല. ആ വിഷയം യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നതെന്നാണ് പറഞ്ഞത്. ആ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സംസ്ഥാനത്തോട്, കേരളത്തോട് മാത്രമല്ല, ആ യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെൻറ് അല്ലാതെ മറ്റൊരു തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ കാണാതെ പോകരുത്. അതിനിപ്പോൾ തുടർച്ചയായി വരാൻ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനങ്ങൾക്ക് തനതായ വരുമാനങ്ങൾ കുറയുന്നു. നമുക്ക് ലഭ്യമാകേണ്ട ധനാഗമ മാർഗ്ഗങ്ങളെല്ലാം കേന്ദ്രം കൈയടക്കുന്നു. അവർ നൽകുന്ന പണം കുറയുന്നു. നോക്കൂ, കേരളത്തിൽ നിന്ന് 1 രൂപ കൊടുത്താൽ 46 പൈസ കിട്ടുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ സ്ഥലങ്ങളിൽ 1 രൂപ 72 പൈസ ലഭിക്കുന്നു. ഇങ്ങനെ ധാരാളം കണക്കുകൾ ഈ നമ്മൾ ബോധ്യപ്പെടണം. ശരി, ഓക്കെ. അല്ല, അത് ഇവിടെ ശ്രീ ജയകുമാർ ശരിയാണ്, സ്വാഭാവികമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നതിനുള്ളൊരു ന്യായമല്ല ഇതെങ്കിൽ തന്നെയും നമ്മൾ അത്തരം വിഷയങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറഞ്ഞത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ചവറ ജയകുമാർ, ഒന്ന്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട് 1-ാം തീയതി മുതൽ ശമ്പളം കൊടുത്തില്ല, അല്ലെങ്കിൽ ആദ്യത്തെ 3 പ്രവൃത്തി ദിനങ്ങളിൽ ശമ്പളം കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. മന്ത്രി പറയുന്നത് പോലെ സാങ്കേതികമായ കാരണങ്ങളാലല്ല, മറിച്ച് ഖജനാവിൽ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഖജനാവിൽ നിന്ന് പണം ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാനേജ് ഇപ്പോൾ തന്നെ നിയന്ത്രണം വെച്ചിട്ടുണ്ട് 50,000 എന്നുള്ളത്. അത് വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് ഇപ്പോൾ പോകാതിരിക്കാനാണ്, കുറച്ചുകൂടി ഒരു ടൈം ബൈയിങ് ആണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറെ കൂടി മനസ്സിലാവുമല്ലോ. ഇപ്പോൾ സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? ഇല്ലാത്ത പൈസ ഉണ്ടാവുമോ? അല്ല, ഇത് തിരിച്ചൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഈ ധനമന്ത്രി തന്നെ പലപ്പോഴും LDFിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നിട്ടുണ്ട്. 2013 അങ്ങനെ സമരം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായൊക്കെ സമരം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തിരിച്ചായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ മാറിയനെ. കേരളം
സാമ്പത്തികമായി തകർന്നു എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തു വന്നത് ഈ കഴിഞ്ഞ 7-8 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ലീവ് സറണ്ടർ 4 വർഷമായി കിട്ടുന്നില്ല. ക്ഷാമബത്ത 7 ഗഡുവാണ് കുടിശ്ശിക. കേന്ദ്രത്തിൽ അനുവദിച്ചാൽ അപ്പോൾ തന്നെ ഇവിടെ അനുവദിക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കൊടുക്കുന്നതാണ്. ഇതെല്ലാം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കോടതിയിൽ ഇത് സംബന്ധിച്ച് ഞങ്ങളൊരു കേസ് കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞത് ക്ഷാമബത്ത കുടിശ്ശികയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റം കളിയാക്കുന്ന ഒരു സമീപനം. കഴിഞ്ഞ ഓണക്കാലത്ത് ശമ്പളം സാധാരണ 15 ദിവസം ആ വ്യത്യാസം വന്നാൽ അഡ്വാൻസ് കൊടുക്കും. കഴിഞ്ഞ ഓണത്തിന് അഡ്വാൻസ് കൊടുത്തില്ല. കച്ചവടക്കാരൊക്കെ പൂട്ടിപ്പോയി. നിങ്ങൾ പുറത്തുനിന്ന് അന്വേഷിച്ച് നോക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം 5-6 ദിവസം പെൻഡിങ് വരുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹം ചെറിയൊരു ചലനം ഉണ്ടാകുന്നിടത്ത് വരെ ഇല്ലാതായി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ 4 ചുറ്റിനും നോക്കിയാൽ ഒട്ടേറെ ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നു. ഇതെല്ലാം ജോലി സംബന്ധമായി സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ കോടതികളിൽ വക്കീലന്മാർ, മറ്റു കാര്യങ്ങൾ, അതുമായിട്ടുള്ള സംവിധാനം, ജഡ്ജിമാരും എല്ലാം താമസിക്കുന്നു. ഇവിടെയെല്ലാം ഒരു ചെറിയ സാമ്പത്തിക സോണാണ്, ചെറിയ ഒരു ടൗൺഷിപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അത് ലോഡ്ജ്, ചെറിയ ചെറിയ ഭക്ഷണശാലകൾ, അതുപോലെ തന്നെ ഉള്ള ചെറിയ പാനീയങ്ങൾ വിൽക്കുന്ന കടകൾ, ഇതുപോലെയൊക്കെ ഉള്ളൊരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിൽ അതൊരു പഞ്ചായത്ത് ഓഫീസ്, പ്രാദേശിക ഭരണകൂടം തൊട്ട് അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ ഭരണ സ്ഥിരാകേന്ദ്രമായ ജില്ലാ ഭരണകൂടം, സബ് രജിസ്ട്രാർ ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ഇത് സർക്കാരും സംവിധാനവുമായി ചേർന്നാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സർക്കാർ എപ്പോഴും ഗൗരവമായി കാണണമായിരുന്നു. അതാണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. അവരുടെ ശമ്പളം അവിടെ ഇട്ട് കുഴപ്പിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്താ വില, അത് സർക്കാർ നോക്കിയില്ലേ? അതിനനുസരിച്ചൊരു ശമ്പള സ്കെയിൽ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആര് തന്നെ കടം പറയാൻ നിന്നാൽ എന്ത് ചെയ്യും? സർക്കാർ ഒരു മോഡൽ എംപ്ലോയർ ആയിട്ടുള്ള ഒരു സർക്കാർ സ്വന്തം ജീവനക്കാരോട് കൈമലർത്തി കാണിക്കുന്ന ഒരു സമീപനം. വേറെ എങ്ങും ജോലിക്ക് പോകാൻ കഴിയില്ല, ഒന്നിനും വിടില്ല, വല്ലാത്ത രീതിയിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ് അത്തരത്തിൽ. അങ്ങനെയെല്ലാം പിടിച്ചു നിർത്തിയിരിക്കുന്ന ആളുകളോട് കടം പറയുക, അടുത്ത മാസം വീണ്ടും നീട്ടിപ്പറയുക. കടം പറയുന്നതിന് തന്നെ ഒരു മര്യാദയുണ്ട്. ഇത് സാങ്കേതിക പിഴവാണെന്ന് പറയും. നേരത്തെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമൊക്കെ ഇതിൽ കാണാം. അദ്ദേഹം പറഞ്ഞത് 5000 കോടി ക്യാഷ് ഫ്ലോ വന്നു, 4000 കോടി കിട്ടി, ബാക്കി വന്നിരിക്കുന്ന 100-200 കോടി. ഇത് അറിഞ്ഞിട്ട് എടുത്ത് എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റ്വെയറിന്റെ പിഴവാണ്, ട്രാൻസാക്ഷൻ നടക്കാത്തത്, അതിന്റെ കുഴപ്പമാണ്, പുകമറ സൃഷ്ടിക്കുകയാണ്. സ്വന്തം വീഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ അത് പറയാതെ ഒരു വല്ലാത്ത രീതിയിൽ മാനസികമായി കൂടി ഈ സമൂഹത്തെ തകർക്കുന്ന തരത്തിലാണ്. ഞങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രമല്ല, അത് ചോദിക്കുന്നവരെ ഏതോ ഭീകരപ്രവർത്തനം നടത്തുന്നവരാണെന്ന് പറയുകയാണ്. ശരി, ഓക്കെ, ഇതൊക്കെയാണ് സർക്കാർ ജീവനക്കാരുടെ ആവലാതികൾ. ശ്രീ അരുൺകുമാർ, നോക്കൂ, ഈ ലീവ് സറണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് 2001-2002 കാലയളവിൽ ആന്റണി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കേരളം സ്തംഭിപ്പിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ സമരം നടന്നത്. അന്ന് നിങ്ങളുടെ CPIM-ന്റെ വലിയ പിന്തുണ ഈ സമരം ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ പിന്തുണയിലാണ് ആ വലിയ സമരം നടന്നത്. ഇന്നിവിടെ സർക്കാർ ജീവനക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ലീവ് സറണ്ടറൊക്കെ കിട്ടിയിട്ട് എത്രയോ വർഷങ്ങളായി എന്ന്. ഇപ്പോൾ DA കുടിശ്ശികയുടെ കാര്യം പറഞ്ഞല്ലോ. DA കുടിശ്ശിക ഒരു ഗഡു കൊടുത്തു തീർക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു. അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസംഗമുണ്ട്. ശമ്പളം കിട്ടിയാൽ തന്നെ വലിയ കാര്യം, ശമ്പളം തന്നെ കിട്ടുമോയെന്ന് ഉറപ്പില്ല, അപ്പോഴാണ് ഇനി DA കിട്ടാൻ പോകുന്നത് എന്ന് CPM-ന്റെ ഭരണ മുന്നണിയുടെ മുഖ്യ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ സർക്കാർ കൈമലർത്തി കാണിക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ശ്രീ അരുൺ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 2022 ജനുവരി മാസം 16 ഒരു സർക്കാർ ഉത്തരവ് അയച്ചിട്ടുണ്ട്. അന്ന് UDF ആണ് ഭരിക്കുന്നത്, AK ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സർക്കുലറിന്റെ ഹെഡിങ് തന്നെ വേസ് ആൻഡ് മീൻസ് പൊസിഷൻ ഓഫ് ദി സ്റ്റേറ്റ് അഡീഷണൽ എക്കണോമിക് മെഷേഴ്സ് എന്നതാണ്. അതിന്റെ 28 താങ്കൾ അത് വായിക്കണം. 28ാമത്തെ ക്ലോസ് ഞാൻ വായിക്കാം. ദ സാലറി ഫോർ 2002 ജനുവരി വിൽ ബി ഡിസ്പേഴ്സ്ഡ് ഓൺ February 1, 2002. The salary for February 2002 and March 2002 will be dispersed on March 15, 2002 and April 15, 2002 respectively. അതായത് ജനുവരിയിലെ സാലറി ഫെബ്രുവരിയിലും, ഫെബ്രുവരിയിലെയും മാർച്ചിലെ സാലറി
മാർച്ച് 15-നും ഏപ്രിൽ 15-നും അതായത് 1.5 മാസം വൈകി കൊടുത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്ത് വലിയ സമരം കേരളത്തിൽ നടന്നു. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, സർക്കാർ ജീവനക്കാരുടെ മക്കൾ തെരുവിലിറങ്ങി പ്ലക്കാർഡ് പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ജയിലിൽ, വീട്ടിൽ പട്ടിണി, ഞങ്ങൾ എന്ത് ചെയ്യും ആന്റണി മാമ എന്ന് പറഞ്ഞ് ഒരു ബാനറും പ്ലക്കാർഡും ഒക്കെ പിടിച്ച് സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾ പോലും അന്ന് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് സമരം കൊണ്ട് കേരളത്തെ വിറപ്പിച്ച ആളുകളാണ് നിങ്ങൾ. മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. 1 മാസവും 1.5 മാസവും 2 മാസവും സർക്കാർ ജീവനക്കാർക്ക് സാലറി വൈകുന്നതും ഒരു ദിവസം സാങ്കേതിക ട്രഷറിയിലെ നെറ്റ്വർക്ക് സംവിധാനത്തിലെ ചില സാങ്കേതിക പിഴവ് മൂലം പണം ഡിസ്പേഴ്സ് ചെയ്യാൻ ഒരു ദിവസം കഴിയാതെ വരുന്നതും രണ്ടും രണ്ടാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി ഗവൺമെന്റ് സംവിധാനം സംവദിച്ചിട്ടുണ്ട്. എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. നികുതി പിരിവ് കാര്യക്ഷമമാക്കി മാറ്റി കഴിഞ്ഞ 2-3 വർഷമായി വലിയ വർധന ഉണ്ടായിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് അക്കം നിരത്തി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് മാർച്ച് മാസം 1-ന് ഡിസ്പേഴ്സ് ചെയ്യേണ്ട സാലറി അത് 3-ാം തീയതി അവധിയായിരുന്നു. ഇന്ന് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതിസന്ധി പൂർണ്ണമായി തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1-ാം തീയതി സാലറി പിൻവലിക്കാൻ കഴിയാത്തത് കൊണ്ട് ബില്ലുകൾ ഒരുമിച്ച് വരും എന്നതുകൊണ്ട് 50,000 രൂപയുടെ ഒരു ക്ലോസ്, 1,50,000 രൂപയുടെ ഒരു കണ്ടീഷനാണ് വച്ചിരിക്കുന്നത്. ഇന്ന് 1,00,000 വിഡ്രോ ചെയ്ത ആൾക്ക് നാളെ ബാക്കി 1,00,000 വിഡ്രോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. ജനങ്ങൾക്ക് മുന്നിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. കേന്ദ്രം ഫെബ്രുവരി മാസം 29-ാം തീയതിയാണ് നികുതി വിഹിതത്തിലെ 2,736 കോടി രൂപ അനുവദിച്ചത്. IGST നമുക്ക് കിട്ടേണ്ട വിഹിതം 1,386 കോടി രൂപ ഫെബ്രുവരി മാസം 29-ാം തീയതി രാത്രിയാണ് അനുവദിച്ചത്. അങ്ങനെ 4,132 കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് അവസാനത്തെ വർക്കിംഗ് ഡേറ്റ്സിൽ ഫെബ്രുവരി 29-ന് നമുക്ക് അനുവദിക്കുന്നു. ശമ്പളത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ട തുക 3,226 കോടി രൂപയും പെൻഷന് കൊടുക്കാൻ വേണ്ടത് 1,845 കോടി രൂപയും 5,071 കോടി രൂപ നമുക്ക് വേണം. പെൻഷൻ 1-ാം തീയതി തന്നെ എല്ലാവർക്കും വിഡ്രോ ചെയ്യാൻ പറ്റി 450 കോടി രൂപ. അതുകൊണ്ട് ഏതു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് അല്ലേ നമ്മുടേത്. ആ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ജനങ്ങളല്ലേ ഈ കേരളത്തിലുള്ളത്. പ്രളയവും കോവിഡും വന്നപ്പോഴും ശമ്പളത്തിൽ 1 രൂപ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. UDF-ന്റെ സംഘടനകൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഓർഡർ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ കാരണം ഔദാര്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമല്ലോ. ഞാൻ വരാം. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ, വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ പ്രതിസന്ധികളുടെ കാരണം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ജനങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുക്കും. സർക്കാർ ജീവനക്കാർ പിന്തുണ തരും. അങ്ങനെ തന്ന പാരമ്പര്യം തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ മറച്ചു വെച്ച് ഇത് ചരിത്രത്തിൽ ആദ്യമായി എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇതിപ്പോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഘട്ടമായപ്പോൾ അവർ സമരം ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. നമുക്കറിയാം, നമ്മുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം പിന്നിട്ട് 7-ാമത്തെ മാസത്തിലേക്ക് ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല അംശാദായം പിരിക്കുന്ന ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർ, അതുപോലെ തന്നെ അതുപോലെയുള്ള വിഭാഗങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർ, ഇങ്ങനെ ഏറ്റവും അത്യാവശ്യമായി സർക്കാർ സഹായം കിട്ടേണ്ട ആളുകൾ മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന, പഠനത്തിന് കൊടുക്കുന്ന ലംസം ഗ്രാന്റ് വരെ മുടങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കൊടുക്കാൻ എന്നുള്ള അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ ധാരാളമുണ്ട്, ധനമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇതൊരു ലളിതമായ കേവല രാഷ്ട്രീയ വിഷയമായി കാണുന്നുണ്ടോ, അതോ അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള വിഷയമാണോ? അഭിലാഷേ, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണല്ലോ ധനകാര്യമന്ത്രി സംസാരിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇത് ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരുന്നത്? അങ്ങനെ ഒരു സാധ്യതയുമില്ല. കേന്ദ്രം എത്ര വരിഞ്ഞു മുറുക്കിയാലും കേരളത്തിലെ പിണറായി സർക്കാർ ഇവിടെ ശമ്പളം കൊടുക്കും, പെൻഷൻ കൊടുക്കും, അതിനുള്ള ആർജവമുണ്ടെന്നല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പം ശമ്പളം കിട്ടിയില്ലെന്നുള്ള വാർത്ത പറയുമ്പോൾ നിങ്ങളാ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണപ്പെട്ട ആളുകളൊക്കെ കള്ളം പറയുന്നതാണ്. നാട്ടിലെ CPM-കാർ മാത്രമാണ് സത്യം പറയുന്നത്. ഇതാണ് സാലറി. അത് ട്രഷറിയിൽ വരും, പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല. 50,000 നമ്മൾ ജോലി ചെയ്ത ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും, പക്ഷെ 50,000-ൽ കൂടുതൽ എടുക്കാൻ പാടില്ല. നമ്മൾ പണിയെടുത്തതിൻ്റെ കൂലിയെ അത് എങ്ങനെ എടുക്കണമെന്ന്, എങ്ങനെ ചെലവഴിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇവർ പറയുന്നത് ഇവരുടെ മികച്ച മാനേജ്മെന്റ് ആണെന്നാ. മികച്ച മാനേജ്മെന്റ് നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് സാങ്കേതിക പിഴവ് മൂലം ഈ ശമ്പളം മുടങ്ങുന്നത്. സാങ്കേതിക പിഴവ്. മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ അഭിലാഷേ? മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ?
ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ശമ്പളം മുടങ്ങി എന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കാരണം എങ്ങാനും ശമ്പളം മുടങ്ങിയാൽ ഈ മന്ത്രിമാർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ അവർ കരയുമ്പോൾ അവർ വാങ്ങുന്ന തോർത്തിന് വരെ അധികം കാശ് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾ പട്ടിണി കിടന്നാലും കേരളത്തിലെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങാതെ നോക്കണം. ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നില്ലേ? മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി ഇടുക്കിയിൽ ചട്ടിയുമായിട്ട് ഇറങ്ങി റോട്ടിൽ സമരം ചെയ്തപ്പോൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കും കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു. ഇത് മാസങ്ങൾക്ക് മുമ്പും കുറെ കാലങ്ങൾക്ക് മുമ്പ് UDF പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയാ വരാൻ പോകുന്നു എന്ന്. അന്നൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും ദൂർത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഈ പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ. 22ഓളം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. ഇവർ ക്ഷേമ പെൻഷന്റെ പേരിൽ തുടർ ഭരണം വേണം എന്ന് ആവശ്യപ്പെട്ട ആളുകളാ. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ ആളുകളാ. ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് അവകാശപ്പെട്ട ആളുകളാ. എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പണം തന്നിട്ടാണെന്ന്? എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ തന്നാലേ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുകയുള്ളൂ എന്ന്? ഇവരുടെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ സ്വത്ത് പോലെ പ്രചരണം നടത്തിയ ആളുകൾ ക്ഷേമ പെൻഷൻ 7 മാസമായിട്ട് മുടങ്ങിയപ്പോൾ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ. ഈ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കൊക്കെ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ അവരുടെ മരുന്ന് പോലും കിട്ടാതെ കരഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ പടിവാതിൽക്കൽ നടക്കുന്നില്ലേ? അപ്പോഴാണ് മരപ്പട്ടി മുള്ളുന്നത് കൊണ്ട് ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. നാണമാവില്ലേ? ഇനിയും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാനായിട്ട് കൊറോണ കാലത്ത് പോലും കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല. ശമ്പളത്തിൽ നിന്ന് സർക്കാരിന് സംഭാവന ചെയ്യണമെന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് കൊറോണയേക്കാൾ ഭീതിതമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് കാരണഭൂതന്റെ ഭരണമാണ്. അത്രത്തോളം കെടുകാര്യസ്ഥയും ദൂർത്തും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ എത്തിച്ചത്. ഒരു നവകേരള സദസ്സ് കൂടി നിങ്ങൾ നടത്ത്, ഒരു കേരളീയവും കൂടി നടത്ത്, 1,05,00,000-ന്റെയോ 2,05,00,000-ന്റെയോ ഒരു ബസ്സിൽ യാത്ര ചെയ്യ്, മുഖാമുഖം നടത്ത്. ഈ മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ 140 മണ്ഡലത്തിലും കൊണ്ടുപോയി നടത്ത്. സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് കൊടുത്തിട്ട് കേരളത്തിൽ പോയി കൈയടിക്കാനും നവകേരള സദസ്സിന്റെ ഒപ്പം ഇരുന്ന് ചീട്ടെഴുതാനും കൊണ്ടുപോയി ഇരുത്ത്. അപ്പോൾ ഇവർക്കൊക്കെ ശമ്പളം ഉറപ്പാക്കാൻ ഈ സർക്കാരിന് സാധിക്കുമായിരിക്കും. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവരുടെ ന്യായീകരണ തൊഴിലാളികളും എല്ലാവരും ഒരു വർഗമാണ്. ഫാസിസ്റ്റുകൾ എന്ന് പറയും. ഒരു ജനത ഇതുപോലെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുക. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ട് CPM ആവശ്യപ്പെടണം. എന്തിനാണ് ഇവിടെ നിങ്ങൾ ഭരിക്കുന്നത്? എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഞങ്ങൾക്കുണ്ട് ആക്ഷേപം. മറ്റ് പല സംസ്ഥാനങ്ങളോടും ചെയ്യുന്ന പോലെ കേരളത്തോടും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളുടെ കെടുകാര്യസ്ഥത, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ്, ദൂർത്ത്, അഴിമതി, പിൻവാതിൽ നിയമനം, ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. ശ്രീ PR ശിവശങ്കർ, ഇന്ന് ധനമന്ത്രി പറഞ്ഞ കാര്യം, ഇപ്പൊ സാങ്കേതികം എന്ന് പറഞ്ഞാലും സാങ്കേതികമല്ല, പൈസ ഇല്ലാത്തതാണ് കാരണം എന്ന് നമുക്കറിയാം. 13,608 കോടി രൂപ പ്രതീക്ഷിച്ചിരുന്നു. വായ്പ എടുക്കാനാണ് കേട്ടോ, വായ്പ എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കേന്ദ്രം അത് എഗ്രി ചെയ്തതാണ്. പക്ഷെ ഒരു ക്ലോസ് വെച്ചു. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്യൂട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ വായ്പ എടുക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞു. അതൊരു ശരിയായ നിലയല്ലല്ലോ. എന്തായാലും വായ്പ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കിട്ടിയത് ശമ്പളം കൊടുക്കാൻ തികഞ്ഞുമില്ല. അപ്പോൾ ഇന്ന് ധനമന്ത്രി പറയുന്നു, ഇപ്പോൾ 7,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതമായി കിട്ടാനുണ്ട്. നെല്ല് സംഭരണത്തിന് മാത്രം 1000 കോടി രൂപ കിട്ടാനുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ, വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ ട്രഷറി സ്തംഭിക്കുക, കരാറുകാർക്ക് ബില്ല് മാറാതിരിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുക, ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതിരിക്കുക, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുക, ഇത് ഒരു തരത്തിലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാനുള്ള ബാധ്യത അവിടെ കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. അഭിലാഷേ, ഇന്നിപ്പോ ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ പ്രയോഗിച്ച, അല്ലെങ്കിൽ ഇതിൽ അരുണും അതുപോലെ തന്നെ ഡീനും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒക്കെ മനസ്സിലാവും, ജിൻഡോയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റുകൾ കൊണ്ടല്ല എന്ന് ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. ദീർഘമായ കണക്ക് ഞങ്ങൾ നിരന്തരം പറയാറുണ്ട്. 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, 2016-17-14 നരേന്ദ്രമോദി സർക്കാർ വന്നത്. NIT നീതി ആയോഗിന്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. ആ കണക്കിൽ സൂചിപ്പിക്കുന്നത്, നീതി ആയോഗിന്റെ കണക്കുകളെ കുറിച്ച് അരുണിനും എതിർപ്പുണ്ടാവില്ല, കാരണം നീതി ആയോഗിന്റെ അവാർഡുകളെ കുറിച്ച് നിരന്തരം പുകഴ്ത്തി പറയുന്നതാണ് കേരള സർക്കാർ. അപ്പൊ നീതി ആയോഗിന്റെ കണക്കുകൾ പറയുന്നത് ദേശീയ അനുപാതം അനുസരിച്ച് GDP കടം
ദേശീയ കടം 23% സംസ്ഥാന സർക്കാരിന്റെ കടം 2016 തന്നെ അത് 27% കേരളത്തിന്റെ. ദേശീയ ശരാശരിയേക്കാൾ അന്നേ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു കാരണം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ 2014-15 അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ 2016 തന്നെ ഈ അനുപാതം കൂടുന്നത്. 1. 2, 2014 ഈ സംസ്ഥാന സർക്കാരിന്റെ കടം എത്രയായിരുന്നു? ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കടം. അതിനുശേഷം 2024 ആയപ്പോൾ എത്രയായി കടം? 4,29,00,000 കടം. അപ്പൊ ഈ കടങ്ങൾ മുഴുവൻ മേടിച്ചിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ 10 വർഷവും BJP സർക്കാരായിരുന്നല്ലോ. അപ്പൊ കടം മേടിക്കുവാനായിട്ട് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ കടം മേടിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ എതിർത്തിട്ടില്ലല്ലോ. എന്നിട്ട് ഈ 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടും ഇവിടെ പെൻഷനും ശമ്പളവും കൊടുത്തതല്ലാണ്ട് എന്ത് ആസ്തി വികസനമാണ്, ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും അപ്പോൾ എങ്ങനെയാണ് വരുമാനം കൂടുക? ഇതെല്ലാം സാമ്പത്തിക വിദഗ്ധർക്കും സാമാന്യം ബുദ്ധിയുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ അരുൺ പറഞ്ഞ കണക്ക് തന്നെ നോക്കൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2 രീതിയിലായിട്ട് ഏതാണ്ട് 4,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ഫെബ്രുവരി 29 കൊടുത്തു. അദ്ദേഹം തന്നെ കണക്ക് പറയുന്നത് 5,000 ചില്ലാൻ കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും കൂടി കൊടുക്കേണ്ടത്. അതായത് കേന്ദ്ര സർക്കാർ 4,000 കോടി തന്നപ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന 1,000 കോടിയും കൂടിയിട്ട് പെൻഷനും ശമ്പളവും കൊടുത്തത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് നിങ്ങൾ ശമ്പളവും പെൻഷൻ കൊടുത്തു എന്നല്ല സംഭവിക്കുന്നത്. ശിവശങ്കർ, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇതില് ഒന്ന് IGST-യുടെ കോമ്പണന്റ് ആണ്, പിറ്റൊന്ന് നികുതി വരുമാനമാണ്. പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ടാക്സിന്റെ ഷെയർ ആണ്. പിടിച്ചോണ്ട് പോയതാ, അല്ലാണ്ട് അല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്ക് 23,000 കോടി. ഞാൻ പറഞ്ഞല്ലോ അരുണെ ഞാൻ അരുൺ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ. 23,000 കോടി രൂപ സംസ്ഥാനത്ത് GST കളക്ഷൻ പിരിക്കാനുണ്ടെന്ന് സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. ഏതാണ്ട് 10% അല്ലെങ്കിൽ 5,000 കോടി പോലും ഇല്ല കോടതിയിൽ കിടക്കുന്നത്. ഇത് പിരിച്ചെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള ധാരാളം കണക്കുകളുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എവിടെ പോകുന്നു? അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കടം കിട്ടുന്നുണ്ട്. 3 ലക്ഷം കോടി ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 7 വർഷമായിട്ട് 2.5 ലക്ഷം കോടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാർ കടം മേടിച്ച് ജീവിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു കുടുംബത്തിനോ കടം മേടിച്ച് മാത്രം സ്വന്തം ജീവിതം നിലവാരം ഉയർത്താമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ ഇവരെ എന്ത് വകയാണ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, കേരളത്തെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് മണി ഓർഡർ സർക്കാർ എന്നായിരുന്നു. വിദേശത്ത് നിന്ന് ആളുകൾ ജോലി ചെയ്തുകൊണ്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരു എക്കണോമി, മണി ഓർഡർ എക്കണോമി എന്നൊക്കെ വിളിച്ചിരുന്നു. ഇന്ന് നോക്കൂ, റിവേഴ്സ് മണി ഓർഡർ എക്കണോമിയാണ്. ഇന്ന് കേരളത്തിലെ പണം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. വിദേശത്തേക്ക് ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് പോവുകയാണ്. പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, നികുതി വരുമാനം കൂടുന്നില്ല. സംസ്ഥാനത്ത് നികുതി കൂടുന്നു എന്ന് പറയുന്നത് ധനവകുപ്പിന്റെ കണക്കനുസരിച്ച് 2021 കേരളത്തിന്റെ നികുതി വരുമാനം 47,000 കോടിയായിരുന്നു. 2024 അത് 77,000 കോടിയാണ്. അപ്പോൾ 47,000 കോടിയിൽ നിന്ന് 77,000 കോടിയിലേക്ക് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. തൊട്ട് മുൻ വർഷം ഈ വർഷം 16% വർധനവ് കാണിക്കുന്നുണ്ട്. അപ്പോ നികുതി വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴും പിരിച്ചെടുക്കാനുള്ള നികുതി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. നികുതി വരുമാനം ഏറെക്കുറെ ആരോഗ്യകരമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റ് പല കാര്യങ്ങൾ മുമ്പ് അനുകൂലമായി ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോഴില്ല. 2 വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ നമുക്കിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യമാകട്ടെ, GST വന്നപ്പോൾ കോമ്പൻസേഷന്റെ കാര്യമാകട്ടെ, നമ്മൾ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ എടുത്താൽ വലിയ കുറവുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ ഇവിടെ നിയമപരമായി കിട്ടണോ വേണ്ടയോ എന്നുള്ളതല്ല. പക്ഷേ മുമ്പ് 2-3 കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പോൾ കിട്ടുന്നതും തമ്മിൽ അവിടെ നിന്ന് കിട്ടുന്നതിൽ വലിയ 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 അന്തരമുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത അഭിലാഷ്? നിരന്തരമായി ആജന്മനാന്തരം കിട്ടുമെന്നല്ല. 5 വർഷത്തേക്ക് അല്ല, അതൊക്കെ ശരി. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ 3 കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും പൈസ ഇപ്പൊ കിട്ടുന്നില്ല എന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കത്തയച്ചു തരാം. 12,000 കോടി രൂപയും അതുപോലെ തന്നെ 13,000 കോടി രൂപയും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷം മേടിച്ചു തരാം. അപ്പൊ അതുകൊണ്ടല്ലേ ഈ വർഷം 5,000 കോടിയായി കുറഞ്ഞു പോയത്. കൃത്യമായിട്ട് എല്ലാ വർഷവും 53,000 കോടിയുടെ 4 വർഷത്തെ കൃത്യമായിട്ട് വിഭജിച്ചല്ലല്ലോ മേടിച്ചിരുന്നത്. ഞങ്ങൾക്ക് കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും ഞങ്ങളുടെ വരുമാനം കുറഞ്ഞു വന്ന് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാണ്ട് 13,000-12,000 കോടി വെച്ച് കൊടുത്തില്ലേ?
അപ്പൊ അതെന്താ കേൾക്കാത്തത്? ഇതൊന്നും ഇല്ലാണ്ട് കേന്ദ്രത്തിന്റെ മേൽ മാത്രം കെട്ടിവെക്കുക, സ്വന്തം വരുമാന മാർഗം വർദ്ധിപ്പിക്കാതെ ഈ കേരളത്തിന്റെ മുഴുവൻ സാമ്പത്തിക രീതിയും തകർത്ത് കളഞ്ഞ രണ്ട് സർക്കാരുകളും, UDF ആയാലും LDF ആയാലും, മുഴുവൻ തകർത്ത് കളഞ്ഞ് കടത്തിൽ മുക്കി നിർത്തിയിട്ട് യാതൊരുവിധ എക്കണോമിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാതെ, മൂലധന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ സംസ്ഥാനത്തിനെ കടത്തിൽ മുക്കി നിർത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇരു മുന്നണികൾക്കുമാണ്, ഒരു സംശയവുമില്ല. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ ശ്രീ അരുൺകുമാർ, ഒന്ന് കേരളത്തെ സംബന്ധിച്ച് ഡെപ്റ്റ് ടു GSDP റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കേരളം 2ാം സ്ഥാനത്താണ്. 39% GSDPയുടെ മൊത്തം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 39%-ലേക്ക് കേരളം എടുത്തിട്ടുള്ള കടം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടപരിധി സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഞങ്ങളെ കൊണ്ട് കുറെ കൂടി അധികം കടം എടുപ്പിച്ചാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കടം അപായകരമായി കൂടുകയാണ് എന്ന ഒരു വസ്തുത അവിടെ നിൽക്കുന്നു. രണ്ട്, ഇപ്പോൾ ഈ സാധാരണ ജനങ്ങൾ, ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ, 70 വയസ്സുള്ള മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് മരുന്ന് വാങ്ങാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ഈ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷനാണ്. അപ്പോൾ അതാണ് ഇത്രയും മാസമായിട്ട് കിട്ടാതിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഏറ്റവും അത്യാവശ്യമുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസ ഇപ്പോഴില്ല എന്ന അവസ്ഥ, അവരുടെ ജീവിതാനുഭവം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് നിങ്ങൾ സഹകരണ ഫെഡറലിസത്തിന്റെ ക്ലാസ് എടുത്തു കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടുമെന്ന് എങ്ങനെയാണ് വിചാരിക്കാൻ കഴിയുക? എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ അഭിലാഷ്, ഇവിടെ ചിലര് ഉറക്കം നടിക്കുകയാണ്, എത്ര വിളിച്ചുണർത്തിയാലും ഉണരില്ല. ഈ മുൻകാല ചരിത്രം കൂടി നമ്മൾ നോക്കണമല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ സമയമെടുത്ത് ദീർഘമായി ഈ ഗവൺമെന്റിനെ ആക്രമിക്കുകയുണ്ടായി. മാതൃഭൂമി ദിനപത്രത്തിലെ 2010 സെപ്റ്റംബർ മാസത്തിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറഞ്ഞത് കൃത്യമായി സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ ചെലവിൽ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ശമ്പളം വാങ്ങിച്ച് ജീവിച്ച്, സർക്കാർ പെൻഷൻ വാങ്ങിച്ച് ബാക്കിയുള്ള കാലം ജീവിക്കാം എന്ന് ഇനി ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് മാതൃഭൂമി ദിനപത്രത്തിൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട്. അവിടെ നിൽക്കട്ടെ. ശമ്പളം കൊടുത്തില്ലെങ്കിൽ ആരും തൂക്കിക്കൊല്ലില്ല എന്ന് പറഞ്ഞൊരു ധനകാര്യമന്ത്രി ഉണ്ട്, കോൺഗ്രസിന്റെ ശങ്കരനാരായണൻ. അതുപോലെ ക്ഷാമബത്ത ദുബായി കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഈ കേരളത്തിൽ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി. അതുപോലെ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു 5 വർഷത്തിനിടയിൽ ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതാണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നം എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. നമ്മുടെ മുന്നിൽ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി ജനങ്ങൾക്ക് മുന്നിൽ നന്നായി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു സൂട്ട് കൊടുത്തു. സാധാരണ സൂട്ട് നിലനിൽക്കില്ലെങ്കിൽ അന്നേ ദിവസം തന്നെ സുപ്രീം കോടതി എറിയില്ലേ, ചവിറ്റുകൊട്ടിട്ട് എറിയില്ലേ? എന്താ സുപ്രീം കോടതി പറഞ്ഞേ? കേന്ദ്രവും സംസ്ഥാനവും ചർച്ച ചെയ്ത് തീർക്കെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. കർണാടകത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞു കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ജെനുവിനാണ്, ആ ആവശ്യത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും കേരളത്തിലെ കോൺഗ്രസിനും അത് സഹിക്കുന്നുണ്ടോ? നമ്മൾ പ്രഖ്യാപിച്ച സമരത്തിന്റെ തലേ ദിവസം കർണാടകത്തിലെ കോൺഗ്രസ് ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ? ഫെബ്രുവരി മാസം 7-ാം തീയതി, ഫെബ്രുവരി മാസം 8-ാം തീയതി കേരളത്തിന്റെ ഗവൺമെന്റ് അവിടെ സമരം നടത്തുമ്പോൾ 14ഓളം പ്രതിപക്ഷ കക്ഷികൾ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നില്ലേ? ഡൽഹി മുഖ്യമന്ത്രി വന്നില്ലേ? പഞ്ചാബ് മുഖ്യമന്ത്രി വന്നില്ലേ? അതുപോലെ ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി വന്നില്ലേ? അവരൊക്കെ വന്ന് പ്രസംഗിച്ചത് എന്താ? BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ സാമ്പത്തിക ഫെഡറലിസം തകർക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്തിനാണ് കേരളത്തിന്റെ മാത്രമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്? വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ മാത്രമായ എന്ത് വിഹിതമാണ്, കേരള സ്പെസിഫിക് ആയി കേരളത്തിന്റേത് മാത്രമായി വെട്ടിക്കുറച്ച എന്ത് കാര്യമാണ് എന്ന് വിശദീകരിക്കാമോ? ഞാൻ അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. BJPയുടെ പ്രതിനിധി ഇവിടെ പ്രസംഗിക്കുകയാണ്, ഈ കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ, കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ? IGSTയുടെ വിഹിതമായി 1386 കോടി 1386 കോടി ഇങ്ങ് തന്നെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് GST ആയി പിടിച്ചതാണ്. IGST ആയി പിരിച്ച തുകയുടെ കേരളത്തിനുള്ള വിഹിതമാണ്, അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തതല്ല. ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച തുകയിൽ നമുക്ക് തരേണ്ട വിഹിതമാണ്. കൂടുതൽ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നികുതി വിഹിതം 2736 കോടി രൂപ തന്നില്ലേ? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയതാണ്. പെട്രോള്, രജിസ്ട്രേഷൻ, അതുപോലെ മദ്യം, ഇത് ഒഴിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ ക്രയവിക്രയ സാധന സേവനങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയ, കേന്ദ്രം പിരിച്ചു കൊണ്ടുപോയ തുകയാണ്. ഇത് ആരുടെയും ഔദാര്യമല്ല മിസ്റ്റർ, ഇത് ഈ കേരളത്തിന്റെ അവകാശമാണ്. ഇത് തരാതെ നിങ്ങൾ വൈകിപ്പിക്കുന്നു. അത് വൈകിപ്പിക്കുന്നതും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും തെറ്റാണെന്നും അത് സാമ്പത്തിക ഫെഡറലിസത്തിന് എതിരാണെന്നും ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിയാണ്. അതാണ് ഇപ്പൊ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞത്. 3.89% ഈ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 2.5 വെട്ടിക്കുറച്ചു. ഇപ്പോൾ 1.92 വെട്ടിക്കുറച്ചു. വേറെ ഏത് സംസ്ഥാനത്തിനാണ് ഇങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുന്നത്?
ഈ കടമെടുപ്പ് തോത് 2.5 മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്ക് 3% ഉള്ളപ്പോ കേന്ദ്രം 6.8% കടമെടുക്കുമ്പോ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുന്നിൽ കടമുള്ളപ്പോ എന്തുകൊണ്ട് ഈ കേരളത്തിന്റെ മാത്രം വെട്ടിക്കുറയ്ക്കുന്നു? നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേ കേന്ദ്രത്തിൽ വെറും 51,000 കോടി രൂപയായിരുന്നു കേന്ദ്രത്തിന്റെ കടം, 51 ലക്ഷം കോടി രൂപ. ഇപ്പോൾ 205 ലക്ഷം കോടി രൂപയായി ഈ കേന്ദ്രത്തിന്റെ കടം 4 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തോട് മാത്രം നിങ്ങൾ സ്വീകരിക്കുന്ന അരുൺകുമാർ, ഇപ്പോ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ GST കോമ്പൻസേഷൻ അവസാനിപ്പിച്ചു. അത് കേരളത്തിന് മാത്രമായിട്ടില്ല, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 5 വർഷം ആണ് അതിന്റെ കാലാവധി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇപ്പോ ഈ താങ്കൾ പറഞ്ഞ ഈ നികുതി വിഹിതത്തിന്റെ കാര്യം പറഞ്ഞ ആരാണ് തീരുമാനിക്കുന്നത്? ഒരു ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ അതിന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കേരളം പോലെ, തമിഴ്നാട് പോലെ, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കുറെ കൂടി മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് അവിടെ വിഹിതത്തിൽ കുറവ് വന്നു. അതേസമയം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഷെയർ കിട്ടുന്നു, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്. അത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവരുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമല്ലേ? ഈ ധനകാര്യ കമ്മീഷൻ അവാർഡ് വരുമ്പോൾ കർണാടക BJP ആയിരുന്നു ഭരിച്ചത്, കർണാടക BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കർണാടകയ്ക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഇളവ് കിട്ടിയോ? അപ്പോൾ അത് ധനകാര്യ കമ്മീഷൻ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. പിന്നെ കടം എന്ന് പറയുമ്പോൾ കടം കേരളത്തെക്കാൾ കൂടുതലുള്ള 8 സംസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാലും കടവും GSDP നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനവും കടവും തമ്മിലുള്ള അനുപാതം എടുത്താൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വേഴ്സ്റ്റായി നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഞാൻ പറഞ്ഞില്ലേ 39, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് 27% ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ അതിപ്പോൾ 39%-ത്തിലെത്തുന്നു. അപായകരമായ നിലയിൽ കേരളത്തിന്റെ കടം ഉയരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഇതെല്ലാം ഞങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് എന്ന് പറയുക? അവിടെ ഒറ്റ പ്രശ്നം, ഇവിടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴും ഒരു സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്ന നികുതിയിൽ ഉണ്ടാകുന്ന കുറവ്, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ കേരളം മുന്നേറി, അതുകൊണ്ട് ആ ഫണ്ട് കൊടുക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ മറ്റു മേഖലകളിൽ തരംതിരിച്ച് ആവശ്യത്തിന് ഈ കേരളത്തിനെ ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തിനുള്ള വിഹിതം അനുവദിച്ചു തരും. അതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ഇവിടെ GST നഷ്ടപരിഹാരം 5 വർഷം കൊണ്ട് തീർന്നു. നമ്മൾ എന്താ പറയുന്നത്? കഴിഞ്ഞ വർഷം കിട്ടിയ തുകയിൽ നിന്ന് ഈ വർഷമുണ്ടായ കുറവ് എന്നതാണ്. കഴിഞ്ഞ തവണ 1.42 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുക. അത് ഈ തവണത്തെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുകയുമായി വരുമ്പോൾ ഏകദേശം 57,400 കോടി രൂപയുടെ കുറവുണ്ടായി എന്ന് പറയുന്നു. ആ കുറവ് പരിഹരിക്കാൻ കടമെടുപ്പും മറ്റു വഴികളും പ്രയോജനപ്പെടുത്താമായിരുന്നു. അങ്ങനെ മറ്റു വഴികൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഏകദേശം 107 കോടി രൂപയുടെ കുറവ് ഇവിടെ വന്നിരിക്കുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ കണക്കൂട്ടുകയാണ്. അപ്പോ കേരളത്തിന് മാത്രം കടമെടുപ്പ് തോതിൽ ഉണ്ടായിട്ടുള്ള കുറവ് എന്തുകൊണ്ട്? കടമെടുത്തു എന്നതുകൊണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുക? ഈ കടം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നതിന് ശേഷം മാറി 57, അതുപോലെ 59 മുതൽ 60 മുതൽ 67 മാറി വരുമ്പോൾ ഓരോ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും കടം ഇരട്ടിയായി വരുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. LDFന്റെ കടം UDF കാലാവധി വരുമ്പോൾ ഇരട്ടിയാകും, UDFന്റെ കടം അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇരട്ടിയാകും. അപ്പൊ കടമെടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനം നടക്കാതെ വരുന്നില്ല. കാരണം ഇവിടെ ഏത് വൻകിട വികസന പ്രവർത്തനം വരുമ്പോഴും അതിന്റെ പിന്നിൽ കടമുണ്ട്. തന്നെ ആ കടമെടുത്ത് മൂലധന ചെലവുകൾ നിർവഹിക്കുകയും ആ കടം വീട്ടാനുള്ള മാർഗം അതുവഴി ഉണ്ടാവുകയും ചെയ്താൽ ഈ പറഞ്ഞ മോഡൽ ശരിയാണ്. പക്ഷെ നമ്മൾ എന്തിനൊക്കെയാണ് കടമെടുക്കുന്നത്? റവന്യൂ ചെലവുകൾക്ക് വേണ്ടിയാണ്. പെൻഷൻ കൊടുക്കാൻ നമ്മൾ പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി രൂപീകരിച്ച് കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ ഇപ്പോൾ ടോൾ ഇല്ലാത്ത റോഡ് അല്ലെങ്കിൽ പാലം നിങ്ങൾ ഇത് വഴി പണിയാണ്. അപ്പൊ ഇത് റവന്യൂ ചെലവുകൾക്ക്, മൂലധന ചെലവുകൾക്കല്ലാതെ എടുക്കുന്ന കടത്തിന്റെ തിരിച്ചടവ് ആര് എങ്ങനെ നിർവഹിക്കുമെന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കടവും തമ്മിലുള്ള അനുപാതം അപായകരമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ചോദ്യം ഞാൻ പറയട്ടെ. ഈ ധനകാര്യ മാനേജ്മെന്റ് ഏറ്റവും ഭംഗിയായി കേന്ദ്രം നിർവഹിക്കുന്നു എന്നതാണല്ലോ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് 55 ലക്ഷം കോടി രൂപ 205 ലക്ഷം കോടി രൂപയായി ഈ രാജ്യത്തിന്റെ കടമുയർന്നത്? ഒന്ന് പറയട്ടെ, താങ്കളും പറയൂ. 4 ഇരട്ടിയായി എങ്ങനെ കേന്ദ്രത്തിന്റെ കടമുയർന്നു? നല്ല ധനകാര്യ മാനേജ്മെന്റ് ആണല്ലോ അവിടെ. ഏറ്റവും തിരിച്ച് പണം കിട്ടുന്ന മേഖലകളിൽ മാത്രമാണല്ലോ നിങ്ങൾ പശ്ചാത്തല വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നത്, മറ്റ് മേഖലകളിൽ പണം മുടക്കുന്നത് BJP. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 4 ഇരട്ടിയായി കേന്ദ്രത്തിന്റെ കടം മാറിയത്? ശരി, ഓക്കെ. കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ചെലവ് കൂടും, കടമെടുക്കേണ്ടി വരും. ആ
കടമെടുക്കൽ പാപമാണ് എന്ന നിലയില്ല. പക്ഷെ കടമെടുക്കാനുള്ള ആരോഗ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാതലായ പ്രശ്നം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ നോക്കൂ, കേരളം എന്ന് പറയുന്നത് ഒരു തുരുത്തല്ല. കേരളത്തിന് മാത്രമല്ല ഈ പരാതി, തമിഴ്നാടിന് ഈ പരാതിയുണ്ട്, കർണാടക ഇതേ പരാതി, കേരളം ഉന്നയിക്കുന്ന അതേ പരാതികൾ ഉന്നയിച്ച് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം ചെയ്തതാണ്. ആ സമരത്തിന്റെ പോസ്റ്റർ കേരളത്തിന്റെ ധനമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പോസ്റ്ററാണ്, താങ്കളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പല സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ട്, അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു. GST വന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് അവരുടെ ടാക്സേഷന്റെ കാര്യത്തിൽ വലിയ തോതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്ന തത്വം തന്നെ ലംഘിക്കുന്ന വിധത്തിൽ അമിതാധികാര പ്രയോഗവും അപ്രമാദിത്വവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഇങ്ങോട്ടുള്ള സമീപനം വളരെ വളരെ ശുഷ്കമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടി മാത്രം കാണേണ്ടതാണോ? തീർച്ചയായിട്ടും അല്ല അഭിലാഷേ, അത് അങ്ങനെ തന്നെയല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് സംസാരിക്കണമല്ലോ. താങ്കൾ പറഞ്ഞ വാദങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് BJPയുടെ നയങ്ങൾ അവർ സംസ്ഥാനങ്ങളോട്, BJP ഇതര സംസ്ഥാനങ്ങളോട് മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും ഉള്ള അവരുടെ സാമ്പത്തിക കാര്യത്തിലെ നയങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. താങ്കൾ പറഞ്ഞതാണ് അതിലെ യാഥാർത്ഥ്യം, തെറ്റൊന്നുമില്ല. അതിൽ കോൺഗ്രസിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസും അക്കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ വാദത്തോടൊപ്പം തന്നെ. പക്ഷേ ഇവിടെ അരുൺകുമാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ കടമെടുപ്പ് ഡെറ്റ് GSDP റേഷ്യോ, അത് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അരുൺകുമാർ വഴുതി മാറിയത് എങ്ങനെയാണെന്നറിയോ? ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ 27% ഉണ്ടായിരുന്നത് അത് 39% എന്ന് പറഞ്ഞ അപകടകരമായ രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ വരുമാനവും കടവും തമ്മിലുള്ള അനുപാതം വർദ്ധിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വൻകിട വികസന പ്രവർത്തനം നടപ്പാക്കിയെന്ന്. ഇവിടെ എന്ത് വൻകിട വികസന പ്രവർത്തനം നിങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് നടപ്പാക്കിയത്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഓരോ വർഷത്തെയും കടം കൂടി വരുന്നു, നമ്മൾ സംസ്ഥാനത്തിന്റെ രൂപീകരണം തൊട്ട് നാളെ ഇതുവരെ കൂടി എന്ന് പറഞ്ഞ ലോജിക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്ത് വൻകിട പ്രോജക്റ്റ് നടപ്പാക്കിയിട്ടാണ് കടം വർദ്ധിച്ചത്? അതിനുള്ള ഉത്തരം നിങ്ങൾക്കില്ല. 2, നിങ്ങൾ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ സ്യൂട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ സൂട്ടിട്ട് പോവുക, കോട്ടിട്ട് പോവുക, എന്തെങ്കിലും ചെയ്തോ? പക്ഷേ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് കേന്ദ്രവും കേരളമായിട്ട് സംസാരിച്ച് തീർത്തുകൂടെ എന്ന് ചോദിച്ചതെന്ന് അങ്ങ് സാമാന്യബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ചോദിക്കുന്നത്, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് ചോദിക്കുന്നതിൽ നിയമപരമായിട്ട് ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ താൽക്കാലികമായിട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അത് ചോദിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം വെല്ലുവിളികൾ നടത്താൻ. രണ്ടാമത് താങ്കൾ പറഞ്ഞത് കേരളത്തിന്റെ മാത്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്ന്. അതല്ല അതിലെ യാഥാർത്ഥ്യം. കേരളത്തിന്റെ വെട്ടിക്കുറച്ചു, കർണാടകയുടെ വെട്ടിക്കുറച്ചു, ആന്ധ്രയുടെയും തെലങ്കാനയുടെയും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ എല്ലാത്തിന്റെയും വെട്ടിക്കുറച്ചു. ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊന്നും ശമ്പളം മുടങ്ങുന്നില്ല, ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊന്നും പെൻഷൻ മുടങ്ങുന്നില്ല. നിങ്ങൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളും പറയുന്ന കേട്ടു കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പെൻഷൻ കൊടുക്കുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കേരളം ഇന്ത്യയിൽ പെൻഷൻ കൊടുക്കുന്നത് തുകയുടെ വെച്ച് നോക്കുമ്പോൾ 8ാം സ്ഥാനത്താണ് ഈ ഇന്ത്യയിൽ. മനസ്സിലായോ? നിങ്ങൾ ഓരോ ചർച്ചയിലും പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ അധികം കോടിയും അധികം ആളുകൾക്കും അധികം തുകയും കൊടുക്കുന്നുണ്ട്. 7 സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ. എന്നിട്ടും നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സെസ് പിരിക്കുന്നു, നിങ്ങൾ സകല നികുതിയും വർദ്ധിപ്പിച്ചു, സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഫീസ് വർദ്ധിപ്പിക്കാത്തതുണ്ടോ? ഏതെങ്കിലും നികുതി വർദ്ധിപ്പിക്കാത്തതുണ്ടോ? സകലമാന രീതിയിലും ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് പറയുന്നത്? ആരാണ് ഈ കടമടച്ചു തീർക്കേണ്ടത്? അത് ഈ പൊതുജനങ്ങൾ തന്നെയല്ലേ? സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ വരുമാനം ആർജിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കടമെടുത്തോ? അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഈ കടമെടുക്കുന്ന ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങളുടെ ദൂർത്തും കെടുകാര്യസ്ഥയും പിൻവാതിൽ നിയമനമൊക്കെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയണ്ടേ? ഈ കടം കൂടുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ പോളിസി എന്താ? നിങ്ങൾ ക്യൂബയുമായി ബന്ധപ്പെട്ട് ചെസ് ടൂർണമെന്റ് നടത്തുന്നു, അല്ലെങ്കിൽ ടെന്നീസ് ടൂർണമെന്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പരിപാടികൾ ആവിഷ്കരിക്കുക. ഇത് ചെറിയ തുകയുടെ ആണെങ്കിലും പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇമേജ് എന്താ, ഇംപ്രഷൻ എന്താ? നിങ്ങളുടെ സർക്കാരിന്റെ ദൂരത്തിനെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ സൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ കോസിനൊപ്പം നിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾ BJPക്കെതിരെ പറയുമ്പോൾ ഞങ്ങളും BJPക്കെതിരെ പറയുന്നു, പക്ഷെ നിങ്ങൾക്കെതിരെ കൂടി ഞങ്ങൾ പറയുന്നു. ശരി, ഓക്കെ, വരാം. ഇവിടെ നോക്കൂ, ശ്രീ ചവറ ജയകുമാർ, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 2-3 ദിവസം ശമ്പളത്തിന്റെ ആശങ്ക ഉണ്ടായപ്പോൾ നിങ്ങൾ സമരം ചെയ്തു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ, വാർദ്ധക്യ സഹജമായി ജോലി ചെയ്യാൻ പോലും കഴിയാത്ത നിലയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അഗതികൾ, ആലംബമില്ലാത്ത ആളുകൾ, രോഗികൾ, ഇങ്ങനെ നിരവധി ആളുകൾക്ക് സർക്കാരിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 60 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മാസങ്ങളായി കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല. അവർ നിങ്ങളെക്കാൾ ആവശ്യമുള്ള ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ ന്യായം എന്തോ ആവട്ടെ, ഞങ്ങൾ ഈ വലിയ ക്രൈസിസിലാണ്, നിങ്ങളൊന്നൊപ്പം നിൽക്കൂ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ സർക്കാർ ജീവനക്കാർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? അല്ല, അത് പറയുന്നതിൽ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞു പോയത് 2002 പണിമുടക്കും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതുപോലെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ
96 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന നായനാരുടെ ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും വലിയ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് 2002 AK ആന്റണിക്ക് ഒരു ലോൺ പോലും കിട്ടാത്ത സാഹചര്യം. ADBയുടെ ആളുകൾ ഇവിടെ വരുമ്പോൾ കരിയോയിൽ ഒഴിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ചായ കുടിച്ച പണം കൊടുക്കാഞ്ഞ് വിമാന ടിക്കറ്റ് വരെ നിഷേധിക്കുന്ന സാഹചര്യം തൊട്ട് മുമ്പിരുന്ന ഗവൺമെൻറ്റാണ്. അതേപോലെയാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നത്. ആ സാഹചര്യമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. അത് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ പറയുന്ന നേതാക്കന്മാരുടെ കാലത്തൊന്നും ഒരു ക്ഷാമബത്തെയും കവർന്നെടുത്തില്ല, ഒരു സറണ്ടർ എടുത്തില്ല, ശമ്പള പരിഷ്കരണം കൃത്യമായിട്ട് കൊടുത്തു, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. ഇപ്പോൾ എല്ലാം പിടിച്ചെടുക്കുകയാണ്. സറണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ശമ്പളം ലഭിച്ചു എന്ന് ധനമന്ത്രി, ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. അതുപോലെ ക്ഷാമബത്ത ആർക്കും കിട്ടുന്നില്ല, ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. എല്ലാവരെയും പാപ്പരാക്കാനായി മാത്രമുള്ള പ്രവർത്തനം. എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്നു. അവർക്ക് സർക്കാർ ജീവനക്കാരെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. നേരത്തെ ഇരുന്ന മന്ത്രിമാരൊക്കെ IAS ഉദ്യോഗസ്ഥരെ പട്ടി എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. പല പരാമർശങ്ങളും പത്രങ്ങളിലൊക്കെ എടുത്തു നോക്കി. എത്ര മോശമായ പദപ്രയോഗം. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കുക. അവരുടെ കഠിനാധ്വാനമാണ് അധ്യാപകരുടെ. ഇപ്പം ഇന്ന് 4 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതും 10ാം ക്ലാസ്സിൽ. ആ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അത് പറയുമ്പോൾ ആക്ഷേപിക്കുകയാണ്. 50,000 രൂപ കിട്ടിയില്ല. ഈ 50,000 രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അവിടെ അവരുടെ തിരിച്ചടവ്, വീട് വെക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? സർക്കാർ ഉദ്യോഗം എല്ലാവരും വാടകയ്ക്കാണ് ഒട്ടുമിക്ക ആളുകളും. രൂക്ഷമായ സ്ഥലം മാറ്റം. അവിടെ ചെല്ലുമ്പോൾ അവരുടെ 1-ാം തീയതി 3 മുതൽ 5 വരെ 50,000 ഡേറ്റ് ആയിരിക്കും. അതെല്ലാം ലോൺ റിക്കവറി തിരിച്ചു വരും. ആ ബൗൺസ് ആകുമ്പോൾ 500 രൂപ അതിൻ്റെ പെനാൽറ്റിയും 800 രൂപ ബൗൺസ് ആവുന്നത് 1500 രൂപ. 2000 രൂപ അടയ്ക്കേണ്ടടുത്ത് 1500 രൂപ അടയ്ക്കേണ്ടി വരും. അവരുടെ സിബിൽ സ്കോർ പോകും. നേരത്തെ സിബിൽ സ്കോർ നഷ്ടപ്പെട്ട കർഷകൻ തൂങ്ങി മരിച്ചില്ലേ? അതേപോലെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്ന നാളുകളിൽ ഉണ്ടാവും. ക്ലാസ് 4 ജീവനക്കാരൻ 2000-ഉം 3000-ഉം ഒക്കെ ആണ് ബാക്കി കൈ കിട്ടേണ്ടത്. അവനെയാണ് കടം പറയുന്നത്. അവരോട് കടം പറഞ്ഞ് വേറെ ഒരു മാർഗവുമില്ല. അടുത്തുള്ള ഒരാൾ പോലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അവർക്കൊരു സഹായം പോലും കിട്ടാൻ പോകുന്നില്ല. ഈ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞല്ലോ ജനങ്ങളെ അണിനിരത്തുമെന്ന്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എടുത്തോ പറയിക്കാനൊന്നും പറ്റിയ കാലമൊന്നുമല്ല. ഇത് വലിയ മാറ്റം വന്ന യുഗമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ അത്ര ശക്തമാണ്. അവിടെയൊക്കെ ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരെയെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്ത് കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചു പറയും. അവരെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുന്നത് വരാതിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെയൊക്കെ വായടപ്പിച്ചിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, ഇതുപോലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വലിയ കുഴപ്പക്കാരാണെന്ന് പറയുക. ഇവിടെ താഴെ തട്ടിലുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാണ് കോവിഡ് സമയത്ത് ഈ സർക്കാരിന് ഒരു മാസ്ക് പോലും കൊടുത്തില്ലല്ലോ ഇറങ്ങി നടന്നത്. അവർക്ക് ശമ്പളം പിടിച്ചെടുക്കാൻ വന്നപ്പോഴാണ് എതിർത്തത്. അവർക്കാണ് ആദ്യം ശമ്പളം കൊടുക്കേണ്ടത്. അന്ന് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. അതൊരു അഹങ്കാര സ്വഭാവത്തോടെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. ശമ്പളത്തിൽ കൈവെക്കണം, എന്തോ ഉണ്ടെങ്കിലും എവിടെയും അരാജകത്വം വിളമ്പണം, കയറി അങ്ങോട്ട് ആക്രമിച്ച് പിടിച്ചെടുക്കണം. ഇതല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പരിവേദന നടത്തുന്നത്. അവരെ വെല്ലുവിളിക്കാനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ ഇരുന്ന് കരയുകയാണ്. അല്ലാതെ ഉള്ളവനോടെല്ലാം അഹങ്കാരവും മുഷ്കും കാണിച്ച് അവനെ വരിഞ്ഞു മുറുക്കും. നിങ്ങളെ പിടിക്കാൻ വരുമ്പോൾ അവരെ പിടികിട്ടാത്ത ആളുകളാകുമ്പോൾ ഇരുന്ന് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് മാത്രം ഉണ്ടാവുന്ന പ്രതിസന്ധി ഒന്നും അല്ല ഇത്. ജനങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അസംതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ DA കുടിശ്ശികയിൽ ഒരു ഭാഗം, ഒരു ഗഡു തരും എന്ന് പ്രഖ്യാപിച്ചത് തന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ജീവനക്കാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തുക, സർക്കാർ ജീവനക്കാരുടെ 5 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷനിലൊക്കെ ഒരു ഫാക്ടറാണല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതാ ഇപ്പോൾ ശമ്പളം പോലും കിട്ടാതെ വരുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാരടക്കം ജീവിക്കേണ്ട സാഹചര്യമാണ് എന്ന് വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ ഭരണാനുകൂല സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൽ മെമ്പർമാരായിരിക്കുന്ന ആളുകൾ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കുമോ ഇനി വരാൻ പോകുന്നത്? ഇല്ല അഭിലാഷേ, കഴിഞ്ഞ ഇപ്പോൾ അല്പം മുമ്പ് ചവറ ജയകുമാർ ഒരു പണിമുടക്കത്തിനെ കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഒരു പണിമുടക്കം കേരളത്തിൽ നടത്തിയത്. 10% താഴെ ജീവനക്കാരാണ് പണിമുടക്കത്തിൽ പങ്കെടുത്തത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 2012 അന്ന് ഏത് നിലയിൽ ഇതുപോലെ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടാണോ അന്ന് ഈ ശമ്പളവും വേതനവും പിടിച്ചെടുക്കുക മാത്രമല്ല ഗവൺമെന്റ് ചെയ്തത്, പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ പറഞ്ഞല്ലോ, മറ്റേത് സംസ്ഥാനത്താണ് പൊതുവായ ആരോഗ്യ കേന്ദ്രങ്ങളുള്ളത്?
പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്. കഴിഞ്ഞ 15 കൊല്ലമായി ഗുജറാത്തിൽ നടന്ന നിയമനങ്ങളുടെ എണ്ണം അതെല്ലാ ഗവൺമെന്റുകൾക്കും പങ്കുണ്ട്. എല്ലാ ഗവൺമെന്റുകൾക്കും മഹാരാഷ്ട്രയിൽ 2005 ഒരു ഗവൺമെന്റിന് മാത്രം കുത്തകയല്ല. അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയും. എല്ലാവർക്കും ബോധ്യമാണ്. സർവീസിനകത്ത് ഏറ്റവും ശക്തമായി സിവിൽ സർവീസും സർക്കാർ ഓഫീസുകളും പൊതുസേവനങ്ങളും സുതാര്യമായി നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇതെല്ലാം ജീവനക്കാർക്ക് തിരിച്ചറിയാം. ജീവനക്കാർ നല്ല വായനാശീലമുള്ളവരും നല്ല ബോധ്യമുള്ളവരുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല, ഒരു നിയമനവും നടക്കുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ 7 കൊല്ലമായി 2.5 ലക്ഷം ജീവനക്കാർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായ സിവിൽ സർവീസ് വേണം. ഒരു വ്യതിരിക്തമായ ഒരു സംവിധാനം, ഒരു മാതൃകാപരമായ സംവിധാനം, ഭരണനിർവഹണ സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റാണ്. അത് ജീവനക്കാർക്ക് അറിയാം. ഇപ്പോൾ 1 ദിവസമോ 2 ദിവസമോ ശമ്പളം താമസിച്ചു, അത് അല്പം വിഷമമുണ്ടാക്കും. ഞാൻ പറഞ്ഞില്ല, വിഷമമുണ്ടാക്കും. 1-ാം തീയതി ശമ്പളം കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്ഥിരമായി വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന അതൊരു പ്രശ്നമുണ്ടാകുമ്പോൾ. പക്ഷേ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. കോവിഡ് കാലത്ത് മാസങ്ങളോളം ശമ്പളം നൽകാത്ത സംസ്ഥാന സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലുണ്ടല്ലോ. നമ്മൾ അറിഞ്ഞുകൂടാതെ അങ്ങനെ പറയാതിരിക്കുന്നത് ശരിയല്ല. കേരളത്തിൽ മാത്രമല്ലേ അപ്പോൾ ശമ്പളമെങ്കിലും കൃത്യമായി നൽകിയത്? ഈ പ്രളയകാലത്ത് ഏറ്റവും ഗുരുതരമായ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിൽ മാത്രമല്ലേ ശമ്പളം നൽകിയുള്ളൂ. മറ്റേത് സംസ്ഥാനങ്ങളിൽ കൃത്യമായി അതിനകത്ത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഒരല്പം ജാഗ്രത കുറവ്, അല്ലെങ്കിൽ സ്പാർക്കിനകത്ത് വന്നൊരു പ്രശ്നം. എനിക്കിന്ന് പൂർണ്ണമായും ശമ്പളം കിട്ടി. ഈ റവന്യൂവിനകത്തും സിവിൽ ട്രഷറിക്കകത്തും സെക്രട്ടേറിയറ്റുമാണ്. സെക്രട്ടേറിയറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും ശമ്പളം കിട്ടി. നാളെയും മറ്റന്നാളും കൊണ്ട് ശമ്പള വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ധനകാര്യ മന്ത്രി ഉറപ്പു പറയുന്നു. ഇതൊരു പ്രശ്നം ഉണ്ടായി. അത് കേന്ദ്രത്തിന്റെ ചില നിലപാടുകളായി നേരത്തെ ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയും. ഇതൊരു താൽക്കാലികമായ പ്രശ്നം മാത്രമാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ സംതൃപ്തരാണ് ഒരു പരിധിവരെ. ചില വിഷയങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാൻ ഗവൺമെന്റ് ഇച്ഛാശക്തിയോട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് പക്ഷെ അങ്ങനെയല്ല. രാജ്യത്തെ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ എങ്ങനെയാണ് ഈ നിലപാട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ, PR ശിവശങ്കർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നാഷണൽ മീഡിയയിലൊക്കെ ഇലക്ഷൻ ഒപ്പീനിയൻ പോളുകളും മൂഡ് ഓഫ് സ്റ്റേറ്റ് പോളുകളും ഒക്കെ താങ്കളും കണ്ടിട്ടുണ്ടാവും. അവിടെ BJP പിറകിൽ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. ആ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം നോർത്ത് വേഴ്സസ് സൗത്ത് ഡിവൈഡാണ്. അങ്ങനെ ഒരു നറേറ്റീവ് വളരെ ശക്തമായി വരുന്നു. സൗത്ത് ഇന്ത്യയോട് വിവേചനം കാണിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്ന പരാതി എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിക്കവാറും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളോ ഒക്കെ ഈ വാദം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആ പരാതി അഡ്രസ്സ് ചെയ്യുക എന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ടല്ലോ. ഇതിപ്പോൾ കേരളത്തിന്റെ കാര്യം മാത്രമാണെങ്കിൽ ശരി, ഇത് പിണറായി വിജയന് തോന്നുന്നതാണ് അല്ലെങ്കിൽ ബാലഗോപാലിന്റെ കുഴപ്പമാണെന്നൊക്കെ പറയാം. ഇതങ്ങനെയല്ല. എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇതേ വികാരം പങ്കുവെക്കുന്നു. 2 സംസ്ഥാനങ്ങൾ സമരം തന്നെ നടത്തി, നമ്മളോടൊപ്പം കർണാടകയും സമരം നടത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുക, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, ഒരു വിവേചനം ഉള്ളതായി ആർക്കും തോന്നാതിരിക്കുക എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? അഭിലാഷ്, ഞാൻ ഇതിൽ 2 ഭാഗങ്ങളായിട്ട് ഞാൻ പറയാം. ഒന്ന്, അരുണും അടക്കമുള്ള ആളുകൾ പറഞ്ഞ ആദ്യത്തെ ആരോപണങ്ങൾ എനിക്ക് കുറച്ച് ഭാഗം കേൾക്കാൻ പറ്റിയില്ല, ചില സാങ്കേതിക തകരാറ് കാരണം. ബാക്കി ഇപ്പോൾ അഭിലാഷ് ചോദിച്ച കാര്യം ഒന്ന് നോക്കൂ. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ എനിക്കും അംബാനിക്കും ഒരേപോലെയാണ് കടം എന്ന് വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ അംബാനിക്ക് എന്നേക്കാൾ കൂടുതലാണ് കടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് കാരണം അംബാനിയാണ് എന്നേക്കാൾ ഏറ്റവും മോശമായ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എടുത്ത് വിശ്വസിക്കുന്ന പോലെയാണ് അരുൺ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വികസനത്തിന് അല്ലെങ്കിൽ GDP ഗ്രോത്ത് എത്രയുണ്ട്, അവരുടെ വരുമാനം എത്രയുണ്ട്, അതുകൊണ്ട് അവൻ എത്ര കടം മേടിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അദ്ദേഹം അപ്പൊ പറയുന്നത് ഈ ഓരോ സംസ്ഥാനത്തിനുമുള്ള കടം അതിന്റെ വരുമാനം അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു പുതിയ എക്കണോമിക്കൽ ഉണ്ടല്ലോ, ഡെപ്റ്റ് ഫ്യൂവൽ ഗ്രോത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്കണോമിക്സിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കടം മേടിച്ചു കഴിഞ്ഞാൽ അത് വികസനത്തെ ബാധിക്കുന്നുവെങ്കിൽ നമുക്കാർക്കും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ കടം മേടിച്ചപ്പോൾ വികസനം ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പുറകിലേക്ക് പോയിരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കടം കൂടിയെന്ന്. നാഷണൽ ഹൈവേക്ക് മാത്രം കടം മേടിച്ചതിന് പ്രകാരം 1 ലക്ഷം കോടി രൂപയുടെ അസറ്റ് കൂടിയിട്ടുണ്ട്. 1 ലക്ഷം കോടി രൂപയുടെ. അപ്പൊ ഇത്തരത്തില് കേന്ദ്രത്തിന്റെ ഓരോ അരുൺ, ഇതൊരു ഫെയർ അല്ല. ഞാനൊരു സംസാരിക്കുകയാണ്. എനിക്ക് താങ്കളുടെ കാര്യത്തിനും ഇടപെടാമായിരുന്നു, ഞാൻ മിണ്ടിയില്ല. എന്നെ കൊണ്ട് തിരിച്ച് അപമര്യാദയായിട്ട് സംസാരിപ്പിക്കരുത് ദയവായി. ഞാൻ എന്റെ കണക്കുകൾ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്നല്ലേ ഞാൻ പറയുന്നത്, ഞാൻ ഇടപെട്ടില്ലല്ലോ.
അപ്പോ അത്തരത്തില് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളിലും ഇറ്റ്സ് മേക്കിംഗ് അസറ്റ് എന്നുള്ളതാണ് ശരി. കടം മേടിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ അസറ്റ് കൂടുന്നുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഒരു പദ്ധതിയും ഇപ്പൊ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് മുൻപുള്ള ഫാക്ടറികളല്ലാണ്ട് കേന്ദ്രത്തിന്റെ ഷിപ്പ്യാർഡും അതുപോലെ കുറച്ച് ഫാക്ടറികളുടെ കേരളത്തിലെ എത്ര വലിയ PSUs വന്നിട്ടുണ്ട് നമുക്കറിയാം. ഞാൻ ആ കാര്യത്തിൽ കടക്കുന്നില്ല. രണ്ട്, ഗവൺമെന്റ് സൈസ് ദിസ് ഇസ് എ സൺലൈറ്റ് എക്കണോമി എന്ന് പറഞ്ഞിട്ടാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. അത് നിർമ്മലാ സീതാരാമൻ 2 ദിവസം പറഞ്ഞാണ്. സൂര്യപ്രഭയുള്ള എക്കണോമി എന്ന് പറഞ്ഞിട്ടാണ് ബഡ്ജറ്റ് തുടങ്ങി. അതിന്റെ സ്ഥിതിയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഇവിടെ മറ്റുള്ള വികസനം PSCയുടെ കാര്യം പോട്ടെ, എത്ര ആശുപത്രികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, എത്ര ബെഡുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളോ ബെഡുകളോ ഒത്തിരി കൂടുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, ഈ പ്രളയത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ സാലറി കൊടുത്തു എന്ന് ഇവർ പറഞ്ഞു. പ്രളയത്തിന്റെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 13,000 കോടി രൂപ അവിടെ GST കോമ്പൻസേഷൻ കിട്ടിയത് 2 വർഷം കഴിഞ്ഞ് ഈ വർഷം കിട്ടേണ്ട കോമ്പൻസേഷൻ കൂടി പ്രളയ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലും വേണമെന്ന് പറഞ്ഞ് അതിന്റെ പ്രളയത്തിന്റെ സംഭരണം കൂടി മേടിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദ്ദേഹം സുപ്രീം കോടതിയുടെ കണക്കിന്റെ കാര്യം പറഞ്ഞു. സുപ്രീം കോടതി തള്ളിക്കളഞ്ഞേരുന്നത്. സുപ്രീം കോടതി എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാൻ പറയാൻ ഞാൻ സുപ്രീം കോടതി ഗവൺമെന്റിനോട് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇരുന്ന് തീർക്ക്, കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് കൊടുക്കാന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ കോടതിയിൽ നിന്ന് പിൻവലിക്കുക, പൈസ തരാൻ കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതൊരു കാര്യം. 3, ഇപ്പൊ ഏറ്റവും വലിയ കാര്യത്തിൽ പറയുന്നത് ആ കാലഘട്ടത്തിൽ കൊടുക്കുന്ന സാലറിയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഇപ്പൊ അഭിലാഷ് പറഞ്ഞ കാര്യം നോർത്ത് ഈസ്റ്റ് ഡിവൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. എക്കണോമിക്കലി ഇവർ റിപ്ലൈ പറയുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ താങ്കൾ തന്നെ നിശ്ചയിച്ചിരുന്നു ഒരു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നത് ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പെർസെന്റേജ് വൈസാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കേരളത്തിന് കുറവും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനം, ഞാൻ ചോദിച്ചോട്ടെ, ഗോവയ്ക്കാണല്ലോ ഏറ്റവും കുറവ്. ഹരിയാനയ്ക്ക് കേരളത്തിനേക്കാൾ കുറവല്ലേ കിട്ടുന്നത് പെർസെന്റേജ്? ഈ പറയുന്ന ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നത് 0.35% ആണ് ഗോവയ്ക്ക്. അതിനേക്കാൾ കുറവാണ് ഹരിയാനയ്ക്ക് കിട്ടുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും കേരളത്തെക്കാൾ കേരളത്തിന് ഏതാണ്ട് 2% കിട്ടുമ്പോൾ അതിന്റെയൊക്കെ വളരെ താഴെയാണ് മറ്റു പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള സത്യമല്ലേ? അപ്പോ ഈ ഫിനാൻഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന കുറവ് അത്തരത്തിൽ മാറ്റമാണോ? ഞാൻ അടുത്ത കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കുന്ന ജില്ല എറണാകുളം ജില്ലയല്ലേ? അപ്പൊ എറണാകുളം ജില്ലയുടെ കണക്ക് പ്രകാരം 45% വരുമാനം കിട്ടുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന്. അപ്പൊ അങ്ങനെയാണ് എറണാകുളത്തുകാർ പറയാണ് ഞങ്ങൾക്ക് അത് വരുമാനം നൽകുന്ന നികുതി നൽകുന്ന ഒരു ജില്ല എന്ന രീതിയിൽ അതുപോലെ മൂലധന നിക്ഷേപത്തിന്റെ 45%, 50% ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് അതാണ് അവിടെ പറയുന്ന BJPയുടെ വാദം. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ ഞാൻ മടങ്ങിയെത്താം. ഇടവേള. ഷെറിൻകുമാർ, ഒരു ഇലക്ഷൻ വരികയാണല്ലോ, നിങ്ങൾ ഇതിനോടകം തന്നെ ഇലക്ഷൻ പ്രചരണ രംഗത്താണ്. അപ്പോൾ വീടുകളൊക്കെ കയറാൻ പോകുമ്പോൾ പഠന സഹായവും ഗ്രാൻറ്റുകളും കിട്ടാത്ത കുട്ടികൾ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത വയോധികർ, തൊഴിലാളികൾ, ശമ്പളം കിട്ടാത്ത ജീവനക്കാർ, ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുക എന്നൊരു പ്രശ്നം നേരിടുന്നില്ലേ? ബാക്കി ഇതിന്റെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ജനങ്ങളെ കാണുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവരോട് പറയുക? അഭിലാഷ്, ഈ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഞങ്ങളുടെ 1ാം ഘട്ട ഭവന സന്ദർശനമാണ്. നാളെയോടുകൂടി പൂർത്തീകരിക്കും. ജനങ്ങളുടെ ആശങ്കകളുണ്ട്, ജനങ്ങൾ സംസാരിക്കും. ഞങ്ങൾ വിശദമായി തന്നെ അവരോട് പ്രതിപാദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ആ സുപ്രീം കോടതിയിൽ കൊടുത്ത സൂട്ട് പിൻവലിക്കുകയാണെങ്കിൽ 13,609 കോടി രൂപ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കാൻ ഒരു വർഷം 5,000 കോടി മതി. അതായത് 13,609 കോടി എന്ന് പറഞ്ഞാൽ 2.5 മാസം ശമ്പളവും പെൻഷൻ കൊടുക്കാനുള്ള തുകയാണ്. അപ്പൊ ആ സൂട്ടിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്നല്ലേ അർത്ഥം? 2003 ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം കടമെടുക്കലും മറ്റു കാര്യങ്ങളും എല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാം. അതിൽ കേന്ദ്രം നിബന്ധനകൾ വയ്ക്കുന്നതിനെതിരെ നമ്മൾ ഭരണഘടനാപരമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഒന്ന്, പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണല്ലോ. ഇവിടെ നിയമം ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ മറികടക്കൽ സാധ്യമല്ലല്ലോ. അല്ല, ആ നിയമത്തിലുള്ള വസ്തുതകൾ നിലനിൽക്കെ കേന്ദ്രത്തിന് അങ്ങനെ സർക്കുലർ മുഖേന ഇടപെടാൻ കഴിയില്ല. അതായത് ധനകാര്യ കമ്മീഷൻ പാസാക്കി ഇത്ര വിഹിതം എന്ന് തീരുമാനിച്ചാൽ പിന്നീട് കാലാകാലങ്ങളിൽ ഓരോ വർഷം എത്തുമ്പോൾ ഓരോ സർക്കുലർ പുറത്തിറക്കി ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കേരളത്തെക്കാൾ കൂടുതൽ പെൻഷൻ തുകയും എണ്ണവും കൊടുക്കുന്ന 8 സംസ്ഥാനങ്ങളുണ്ടെന്ന്. ഞാൻ വെല്ലുവിളിക്കുകയാണ്.
കോൺഗ്രസിന്റെ പ്രതിനിധിക്കോ കോൺഗ്രസിനോ ധൈര്യമുണ്ടെങ്കിൽ ഈ കേരളത്തെക്കാൾ കൂടുതൽ പെൻഷൻ തുക കൊടുക്കുന്ന സംസ്ഥാനം ഏത്, എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നൊന്ന് കാണിക്കുക. 6 പേരെ എടുത്താൽ ഞാൻ പറയട്ടെ, 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന കേരളത്തിന്റെ ജനസംഖ്യ, ഞാൻ പറയട്ടെ, കേരളത്തിന്റെ ജനസംഖ്യ നിങ്ങൾ തെളിയിക്കില്ലേ? കേരളത്തിന്റെ ജനസംഖ്യ ഞാൻ പറയാം, അരുൺകുമാർ 1 മിനിറ്റ് നിർത്തിയാണ് ഞാൻ മറുപടി പറയാം. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടി. ഇവിടെ പെൻഷൻ നമുക്ക് അങ്ങനെ എല്ലാവരും സംസാരിച്ചാൽ ഒന്നും ആരും കേൾക്കില്ല എന്ന് മാത്രമല്ല എന്റെ സമയം പൂർണ്ണമായി അവസാനിച്ചു. ഇനിയും പ്രതിസന്ധി ഉണ്ടായാൽ ഇനിയും ചർച്ച ചെയ്യാം. വളരെ നന്ദി എന്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.